സോ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ, ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. സോ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലോഗ് എക്സ് ടു ദ ബേസ് 3 ഈക്വൽ ടു 4. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ടുൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കറിയാം അത് പവർ ആയിരിക്കും, ഇത് ബേസ് ആണ്. അപ്പം എന്താണ് 3⁴ ഈക്വൽ ടു എക്സ്. അതായത് 3 എന്ന് പറയുന്ന വാല്യൂവിനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് എന്ന് പറയുന്ന വാല്യൂ കിട്ടും. വെരി സിമ്പിൾ. 3 × 3 × 3 × 3. അപ്പോൾ 3 × 3 × 3 × 3. സോ അത് എത്രയാണ്? 81 ആണ്. So x equal to 81. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലോഗരിതം ഓഫ് 16, ലോഗരിതം ഓഫ് നമ്പർ 16 ടു ദ ബേസ് x equal to 4. അപ്പോൾ അതായത് x⁴ equal to 16. അതായത് പവർ അവിടെ 4 ആണ്, ബേസ് അവിടെ x ആണ്. അതായത് ഏതോ ഒരു വാല്യൂവിനെ നമ്മൾ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടും. ഏതോ ഒരു വാല്യൂവിനെ, എക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ 4 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. x × x × x × x. അങ്ങനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടും. അപ്പോൾ അവിടെ x⁴ equal to 16. അപ്പോൾ നമുക്കറിയാം obviously it will be, നമ്മൾ ആദ്യം നോക്കുക 2 നോക്കുക, 2ൽ തുടങ്ങുക, 2⁴ നോക്കുക. അപ്പം നമുക്ക് കിട്ടും 2⁴ ആണ് 16. അപ്പോൾ 4 പ്രാവശ്യം either it may be +2 or -2. -2 × -2 അങ്ങനെ 4 പ്രാവശ്യമാണെങ്കിലും 16 ആണ് കിട്ടുക. ഓക്കെ, സോ അടുത്തത് നമ്മൾ പറയുകയാണ് സോൾവ് ലോഗരിതം ഓഫ് നമ്പർ x-7 ടു ദ ബേസ് 5 ഈക്വൽ ടു 1. അതായത് അവിടെ പറഞ്ഞിട്ടുള്ളത് x-7 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് 5 ബേസ്, ഇവിടെ പവർ 1. ഓക്കെ, 5 ആണ് ബേസ്, പവർ 1. ദാറ്റ് ഈസ് 5⁻1 ഈക്വൽ ടു x-7. 5⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഈക്വൽ ടു x-7. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 5 ഈക്വൽ ടു x-7 ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് അവിടെ കാണാൻ പറ്റും എന്താണ്, ഏതോ ഒരു സംഖ്യയിൽ നിന്ന് നമ്മൾ 7 കുറച്ചാൽ 5 കിട്ടും. ഓക്കെ, അപ്പോൾ ആ വാല്യൂ എത്രയാണ്? 12 ആണ്. വെരി സിമ്പിൾ. ഓക്കെ, x ഈക്വൽ ടു 12. ഇനി നമ്മളൊരു ട്രിക്കി ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. Prove that logarithm of 81 divided by 8 minus 2 log 3/2 plus 3 log 2/3 plus log 3/4 equal to 0. ഓക്കെ, ഒന്നുകൂടി പറയാം. ലോഗരിതം ഓഫ് 81/8 മൈനസ് 2 log 3/2 പ്ലസ് 3 log 2/3